നമസ്കാരം. ജയം രവി, ആരതി രവി തമ്മിലുള്ള പ്രശ്നങ്ങൾ, ബഹളങ്ങൾ, വിവാദങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ജയം രവി തന്നെ ഒരു പ്രസ് മീറ്റ് വിളിച്ച് വളരെ ക്ഷോഭിതനായിട്ട് ആരതിക്കെതിരെ സംസാരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. കെനീഷ എന്ന തൻ്റെ കാമുകി ആ സമയത്ത് ഇട്ടിട്ട് പോയതിനെക്കുറിച്ചുമൊക്കെ ജയം രവി പറയുകയും ചെയ്തിരുന്നു. സിനിമ അഭിനയം വരെ താൻ നിർത്തുകയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയം രവി പറഞ്ഞിരുന്നു. പക്ഷെ അതിന് പിന്നാലെ ജയം രവി തന്നെ ഒരു പ്രസ് മീറ്റിൽ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ വന്നിട്ട് പിന്നീട് പറഞ്ഞത് ആ നിലപാട് താൻ മാറ്റുകയാണ്. സിനിമയിൽ താൻ തിരികെ വരണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നു, അതുകൊണ്ട് താൻ സിനിമാ ജീവിതം തുടരാൻ പോവുകയാണെന്ന് ജയം രവി അഥവാ രവി മോഹൻ പറഞ്ഞിരുന്നു. രവി മോഹൻ സംവിധാനം ചെയ്യാനിരുന്ന 2 സിനിമകളുണ്ട്. രവി മോഹൻ പ്രൊഡക്ഷൻസ് ഉണ്ട്. രവി മോഹൻ നിർമ്മിക്കാൻ പോവുകയാണ്. തുടങ്ങി നിരവധി കാര്യങ്ങളൊക്കെ രവി മോഹൻ്റെ ജീവിതത്തിൽ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ആരതി രവിയുടെ അമ്മയായ സുജാത വിജയകുമാർ ഒരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. ഈ പ്രസ് മീറ്റിൽ സുജാത ജയം രവിക്കെതിരെ അതിരൂക്ഷമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്നത് 40 ലക്ഷം രൂപ ആരതി രവി ജയം രവിയിൽ നിന്നും ചോദിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ 40 ലക്ഷം രൂപ ചോദിച്ചത് അവരുടെ ചെലവുകൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള പല ന്യൂസ് റിപ്പോർട്ട്സും വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചോദിക്കാൻ തോന്നുന്നത് എന്ന്, മാസം 40 ലക്ഷം രൂപ എങ്ങനെയാണ് ആ റിപ്പോർട്ട് വന്നതെന്ന് തനിക്കറിയില്ല എന്നും, അത് പൊതുവായിട്ടുള്ള ചെലവിനെക്കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നതാണ് സുജാത വിജയകുമാർ പറയുന്നത്. ആരതിക്ക് 3 ലക്ഷം, 2 മക്കൾക്കും കൂടി ചേർന്ന് 2 ലക്ഷം, അങ്ങനെ 5 ലക്ഷം രൂപയാണ് പ്രതിമാസം തരേണ്ടതെന്നുള്ള കോടതി വിധി ഉണ്ട് എന്നതും കൂടി സുജാത പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മക്കൾക്ക് സ്കൂൾ ഫീസ്, 2 കുട്ടികൾക്കും കൂടി ചേർന്ന് ഫീസ് മാത്രം വർഷം 86 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഒരു തരത്തിലും അവരെ നോക്കുന്നില്ല, അവരുടെ ചിലവുകൾ നോക്കുന്നില്ല, ഭക്ഷണത്തിനുള്ള ചിലവുകൾ നോക്കുന്നില്ല, ഫീസ് അടയ്ക്കുന്നില്ല, ജീവിക്കുന്ന വീട് വരെ ജപ്തി നോട്ടീസ് അയച്ചിട്ടിരിക്കുന്ന പശ്ചാത്തലമാണുള്ളത്. ഒരു മാതാപിതാക്കൾക്കും ഇത് കാണാൻ ഇടവരരുത് എന്നതുവരെ സുജാത വിജയകുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറയുകയും ഉണ്ടായി. ഒരു തരത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ജയം രവിക്കെതിരെ അവർ വാക്കുകൾ ഉന്നയിക്കുന്നത് എന്നും കൂടി പറയേണ്ടി വരും. എന്തായാലും സുജാത പല കാര്യങ്ങളും ജയം രവിക്കെതിരെ പറയുന്നുണ്ട്. ഇപ്പോൾ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു, ബ്ലാക്ക് മാജിക് വരെ നടത്തി എന്നത് ജയം രവി മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞതാണ്. അതായത് ഇവർ ബ്ലാക്ക് മാജിക് നടത്താൻ ഈ കുടുംബം ശ്രമിച്ചു എന്നുള്ളത്. അതിനുൾപ്പെടെ സുജാത വിജയകുമാർ മറുപടി നൽകുന്നുണ്ട്. ഇന്നത്തെ കാലത്തൊക്കെ ബ്ലാക്ക് മാജിക്കിൽ ആരാണ് വിശ്വസിക്കുന്നത്? അങ്ങനെ തെളിയിക്കാൻ പറ്റുന്നെങ്കിൽ തെളിയിക്കട്ടെ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. തൻ്റെ കയ്യിൽ നിന്നും 25,000 രൂപ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സുജാത വിജയകുമാർ പറയുന്നു തങ്ങളുടെ കയ്യിൽ നിന്നും 25 കോടിയോളം രൂപ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുണ്ട് ജയം രവി എന്നുള്ളതാണ്. 6 കോടിയാണ് പ്രതിഫലമെങ്കിൽ അത് 8 കോടിയാക്കി കൊടുക്കും, 8 കോടിയാണ് പ്രതിഫലമെങ്കിൽ 10 കോടിയായിട്ട് കൊടുക്കും. അങ്ങനെയല്ല എന്ന് ജയം രവി പറയട്ടെ എന്ന് പരസ്യമായി വെല്ലുവിളിക്കുകയും കൂടി ചെയ്യുകയാണ് സുജാത വിജയകുമാർ. ഡിവോഴ്സ് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് ആരതി ഡിവോഴ്സിൽ ഒപ്പിടില്ല, അവരിപ്പോഴും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവരുടെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നതാണ് പറയുന്നത്. എന്നാൽ ആരതി അനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ജയം രവി ഒറ്റ രാത്രി കൊണ്ട് ഇറങ്ങിപ്പോയതാണ്. പിന്നീടാണ് ഈ കുടുംബം ഇങ്ങനെയായി മാറിയത്, ശിഥിലമായി മാറിയത്, ജയം രവിക്ക് എന്താണ് വേണ്ടത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ സുജാത വിജയകുമാർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നും ഇന്നലെ ഒന്നുമില്ല, കുറച്ചധികം നാളുകളായി ഈ ഒരു കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജയം രവിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, അതിലെ പ്രസ് മീറ്റിലെ ചില കാര്യങ്ങൾ, വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായി മാറിയിരുന്നു. പ്രത്യേകിച്ച് ജയം രവിയെ പോലെ ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷങ്ങളായി പ്രധാനപ്പെട്ട ഒരു നായകൻ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അവരുടെ കുടുംബ പശ്ചാത്തലവും സ്വാഭാവികമായും മാധ്യമങ്ങളിൽ ഇടം നേടുന്നതാണ്. ആ മാധ്യമങ്ങളിൽ ഇടം നേടുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുജാത വിജയകുമാർ മൗനം വെടിഞ്ഞുകൊണ്ട് ആരതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി എത്തുന്നത്. ആരതിക്ക് മാത്രമല്ല ആ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി എത്തുന്നത്. ജയം രവി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്കാണ് ഇപ്പോൾ സുജാത വിജയകുമാർ മറുപടിയുമായി എത്തുന്നത്. ഇതിനെന്ത് മറുപടി ജയം രവി നൽകുമെന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇതിങ്ങനെ നിൽക്കുകയാണ്, മക്കളുടെ വിദ്യാഭ്യാസത്തെ പറ്റി ഒരു ധാരണയില്ല, എന്താണ് ഇവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ധാരണയില്ലാതെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സുജാത വിജയകുമാറിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ് മീറ്റ് വരുന്നത്. ഈ പ്രസ് മീറ്റ് വരുമ്പോൾ സ്വാഭാവികമായും വീണ്ടും വിരലുകൾ ചൂടുന്നത് ജയം രവിക്ക് നേരെയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ഒരു അടിസ്ഥാനമില്ലാത്ത തെളിവില്ലാത്ത ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിന് നേരെ ഉന്നയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയം രവിക്കെതിരെ ഇപ്പോൾ ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.